ഒരു ഹായ് അല്ലെങ്കിൽ ലൈക്ക് വഴി അവർ നമ്മുടെ ഇടങ്ങളിലേക്ക്, സ്വകാര്യ ഇടങ്ങളിലേക്ക് നിരന്തരം കടന്നു വരുന്നു. സാഹിത്യ നിരൂപകനായിരുന്ന എം കൃഷ്ണൻ നായർ ഒരിക്കൽ എഴുതി, അന്യന്റെ വീട്ടിൽ വല്ലപ്പോഴും പോകാം, കൂടി വന്നാൽ അരമണിക്കൂർ നേരം അവിടെ ഇരിക്കാം. ദിവസം 3-4 നേരം അവിടെ കയറി ചെല്ലുന്നത് തികഞ്ഞ വൾഗറിറ്റിയാണ് എന്ന്. ഇന്നത്തെ മാറിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്ക് അത് മാറ്റി പറഞ്ഞാൽ ഈ അതിര് കടക്കൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വീടുകളുടെ ഉമ്മറപ്പടിയിലല്ല, മറിച്ച് നമ്മുടെ കൈവെള്ളയിലെ മൊബൈൽ സ്ക്രീനുകളിലാണ്. സോഷ്യൽ മീഡിയയുടെ വരവോടെ അന്യന്റെ ഇടം എന്ന സങ്കല്പം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന ഡിജിറ്റൽ ഉമ്മറപ്പടിയാണ് ഇവിടെ വില്ലനാവുന്നത്. നേരിട്ടാണെങ്കിൽ ഒരാൾക്ക് ദിവസം 3-4 നേരം മാത്രമേ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റൂ. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾക്ക് മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് 24 മണിക്കൂറും കയറി ചെല്ലാം. ഒരു ഹായ് അല്ലെങ്കിൽ ലൈക്ക് വഴി അവർ നമ്മുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് നിരന്തരം കടന്നു വരുന്നു. നേരിട്ട് വരാൻ മടിക്കുന്നവർ പോലും ഇൻബോക്സിലൂടെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് എം കൃഷ്ണൻ നായർ പറഞ്ഞ യഥാർത്ഥ ഡിജിറ്റൽ വൾഗറിറ്റി. സോഷ്യൽ മീഡിയയിൽ ആളുകൾ എപ്പോഴും തങ്ങളുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളും ചിന്തകളും മാത്രമേ പങ്കുവെക്കൂ. സ്വന്തം വീട്ടിലെ പങ്കാളിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ചെറിയൊരു പിണക്കമുണ്ടാകുമ്പോൾ ഇൻബോക്സിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന അന്യന്റെ വാക്കുകൾ വലിയൊരു ആശ്വാസമായി തോന്നാം. അവർക്ക് വീട്ടിലെ യാഥാർത്ഥ്യങ്ങളെക്കാൾ സോഷ്യൽ മീഡിയയിലെ ഈ വ്യാജമായ കെയറിംഗ് കൂടുതൽ ആകർഷകമായി തോന്നുമ്പോഴാണ് ആളുകൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടിയുള്ള അമിത പ്രദർശനങ്ങളാണ് എവിടെയും. നമ്മൾ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു, നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്നതെല്ലാം റീലുകളായും സ്റ്റാറ്റസുകളായും ആളുകൾ ഇന്ന് പൊതുമധ്യത്തിൽ പങ്കുവെക്കുകയാണ്. നമ്മുടെ സ്വകാര്യത നമ്മൾ തന്നെ മറ്റുള്ളവർക്കായി തുറന്നിട്ട് കൊടുക്കുകയാണ് ഇവിടെ. ഇത് കാണുന്ന അന്യരായ വ്യക്തികൾക്ക് കൃത്യമായൊരു പഴുത് ലഭിക്കുകയും അവർ ആ അവസരം മുതലെടുത്ത് കുടുംബത്തിലേക്ക് കടന്നുകൂടുകയും ചെയ്യുന്നു. യഥാർത്ഥ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും കാണിക്കാതെ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള പ്രണയവും ആഡംബര ജീവിതവും മാത്രമാണ് സോഷ്യൽ മീഡിയ റീലുകളിൽ ഭൂരിഭാഗവും. ഇത് കാണുന്ന സാധാരണക്കാർക്ക് സ്വന്തം ജീവിതത്തോട് മടുപ്പ് തോന്നുകയും അത്തരം ഒരു ഫാന്റസി ജീവിതം തേടി അപരിചിതരുടെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ പ്രേരണയാവുകയും ചെയ്യുന്നു. പണ്ട് ഒരു അയൽക്കാരൻ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതിന് ഒരു സമയവും അതിരുമുണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആ അതിരുകളെല്ലാം പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിൽ മാത്രമല്ല, ഡിജിറ്റൽ ലോകത്തും കൃത്യമായ അകലവും ഡിസിപ്ലിനും പാലിച്ചില്ലെങ്കിൽ അത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നതിന്റെ തെളിവാണ് ഇന്ന് നാം കാണുന്ന പല ഒളിച്ചോട്ട വാർത്തകളും.